ഇപ്പോൾ ആരോഗ്യ പ്രവർത്തക മിനി മോഹൻ ചേരുന്നു. മിനി മോഹൻ, ഇത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, ഒരു ജോലിയല്ല. അതിൽ മറ്റേത് സംസ്ഥാനം നൽകുന്നതിനേക്കാൾ ഓണറേറിയം നൽകുന്നു. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും എന്ന് സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ആ വാദങ്ങൾ പരിപൂർണമായിട്ടും തള്ളിക്കളയേണ്ട ഒന്നാണോ? ഇത് വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ എല്ലാ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലും വരുന്ന അപജയമാണിത്. ആക്ച്വലി പലപ്പോഴും അതിനകത്തുള്ള റിസോഴ്സസ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് നമ്മൾ നോക്കിയ ആശാ വർക്കേഴ്സ് ആയാലും അംഗൻവാടി വർക്കേഴ്സ് ആയാലും ഹരിതകർമ്മസേന ആയാലും തുടങ്ങിയ എല്ലാ സ്കീം ബേസ്ഡ് ജോലികളും അതൊരു സ്ത്രീ തൊഴിലാളികൾ ചെയ്യുന്ന ജോലികളായി മാത്രം എഴുതി തള്ളുകയും ആരോഗ്യരംഗം എന്നുള്ളതിന് വളരെ മിനിമൽ ആയിട്ടുള്ള ബഡ്ജറ്റ് വിഹിതങ്ങൾ മാത്രം വെച്ച് പോവുകയും ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കേരളം നോക്കിയാൽ ഇത്രയും പകർച്ചവ്യാധികൾ ഇത്രയും കുന്നുകൂടി വരുന്ന രോഗാവസ്ഥയിൽ ഓരോ ഗ്രാമങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ എത്ര ശക്തമായി പ്രവർത്തിക്കേണ്ട അവസരത്തിലാണ് അവരുടെ ദാരിദ്ര്യത്തെ മുൻനിർത്തി സമരത്തിനിറങ്ങേണ്ടി വരുന്നത്. അവർക്ക് ഓണറേറിയം കിട്ടണില്ല എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയിൽ മാത്രമല്ല, ഒരു സാമൂഹിക ആരോഗ്യ രംഗത്ത് തന്നെ പൊതുവായി എത്രമാത്രം വൾണറബിലിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ബഡ്ജറ്റ് വിഹിതം ഓരോ വർഷവും കൂട്ടേണ്ടതുണ്ടോ കുറയ്ക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യ സൂചികയാണ് GDP-യുടെ ഒരു പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ബേസ് ഇല്ല എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര വിഹിതം അല്ല, ഫെഡറൽ സംവിധാനത്തിൽ ഓരോ പ്രാവശ്യം അംഗൻവാടി വർക്കേഴ്സിന്റെ കാര്യത്തിൽ തന്നെ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് വേതനം കൂടി വന്നത് ഫെഡറൽ സംവിധാനത്തിൽ സർക്കാരിന് സ്റ്റേറ്റിന് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചെടുത്താണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടിയിരുന്നത്. ആശാ വർക്കർ എന്ന് പറയുന്ന ഒരാള് ഒരു ലോക്കൽ ബോഡിയുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തക സ്റ്റേറ്റിൽ വന്ന് സമരം ചെയ്യുന്ന തരത്തില് യാതൊരു വിധത്തിലും സാമ്പത്തികമായ പരിരക്ഷയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. അതേ അർത്ഥത്തിൽ പകർച്ചവ്യാധികൾ ഉള്ളപ്പോൾ അവരൊരു ഹൗസ് ഹോൾഡ് ചെല്ലണമെങ്കിൽ അവർക്ക് മാന്യമായ വസ്ത്രവും ഹൈജീനിക്കായ ആരോഗ്യ പരിരക്ഷയും അവർക്ക് സ്വയം ആവശ്യകതയാണ്. അപ്പൊ അവർക്കത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആരോഗ്യ ബോധം എവിടെ നിൽക്കുന്നു? പക്ഷേ ശ്രീമതി മിനി മോഹൻ, കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റുകളിലും ഇവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഈ ഓണറേറിയം പോലും ഈ ഉയർന്ന തലത്തിലേക്ക് എത്തിയത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അതുണ്ടായില്ല. എല്ലാ ബഡ്ജറ്റും ഉൾപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ധനമന്ത്രി ചോദിക്കുന്നത്. ആ തരത്തിലൊരു സമരത്തിലേക്ക് കിടക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണല്ലോ. ഇത് വ്യാഖ്യാനം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ സ്കീം ബേസ്ഡ് ജോലിക്കാരെ ഏത് ലേബർ കോഡിനകത്താണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഏതെങ്കിലും സ്കീം വർക്കേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അവർക്ക് എന്ത് വേതന നിരക്കുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? അതൊന്നും വെച്ചിട്ടില്ല. അവരെ വെറും ഓണറേറിയം വർക്കേഴ്സ് ആയിട്ട് മാറ്റി നിർത്തിയിട്ട് അവർക്ക് തുച്ഛമായ സൗജന്യമായി കൊടുക്കുന്ന ഔദാര്യം എന്ന് പറയുന്ന കൊടുക്കുന്ന പൈസകൾ വർഷാവർഷം ഉണ്ടാകുന്ന കൺസ്യൂമർ ഇൻഡെക്സിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബോധമാണുള്ളത്? ശ്രീമതി മിനി മോഹൻ, കോൺഗ്രസ് ഇനി ഒരു പക്ഷേ ഇവരെ പിന്തുണച്ചേക്കും എന്നാണ് നേരത്തെ ഡോക്ടർ എസ് ലാൽ പറഞ്ഞത്. മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായ ബിന്ദുകൃഷ്ണ അല്പസമയത്തിനകം സമരപന്തലിലെത്തുകയാണ്. അതായത് ഈ ധനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നവർ പക്ഷെ അതിനൊരു രാഷ്ട്രീയ നിറം വരുന്നുണ്ട് അല്പസമയത്തിനകം. അല്ല, ഇത് രാഷ്ട്രീയ നിരത്തിന് ഉപരിയായിട്ട് എല്ലാ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും എടുക്കേണ്ട നയപരമായ മാറ്റമാണ്. ആരോഗ്യ രംഗത്ത് ആരോഗ്യ പരിചാരകരായിട്ടുള്ളവരെ എല്ലാ അർത്ഥത്തിലും എങ്ങനെ പരിഗണിക്കപ്പെടണം? കാരണം ഒരു ഹൗസ് ഹോൾഡിലേക്ക് ഒരു സാധാരണ ആശാ വോളണ്ടിയറായി കടന്നു ചെല്ലണമെങ്കിൽ അവരെ വീട്ടിനുള്ളിലേക്ക് കടത്തണമെങ്കിൽ ഇന്നത്തെ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് മാന്യമായ വസ്ത്രം വേണം, അവർക്ക് മാന്യമായ ആരോഗ്യ പരിരക്ഷ ശുചിത്വ ബോധം അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ. അതിനുള്ള ചിലവ് എന്താണ് ഇവിടെ? ആ ചിലവിനുള്ള പൈസ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നു. നമ്മൾ ഈ വൾണറബിലിറ്റി എന്ന് പറയുമ്പം ഏത് തരത്തിലാണ് വൾണറബിലിറ്റി ഉണ്ടാകുന്നതെന്നും ഏത് തരത്തിലാണ് അതിദാരിദ്ര്യം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കൺസ്യൂമർ ഇൻഡെക്സ് പ്രൈസിനനുസരിച്ചിട്ട് ഒരു ആശാ വർക്കർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് അവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത്.
അത് അടിസ്ഥാനപരമായ ഒരു ഓക്കെ, labor തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീമതി മിനി മോഹൻ. ഏതായാലും ഇതിനകത്ത് സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ എഫർട്ട് ഇട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്ന് ആരോഗ്യവകുപ്പ് ന്യായീകരണ കുറിപ്പിറക്കുന്ന സാഹചര്യം. അതിനിടയിലാണ് ഇതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നത്. 8 ദിവസമായി തുടരുന്ന സമരമാണ്. അല്പസമയത്തിനകം കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണ സമരപന്തലിൽ എത്തുന്നു എന്ന് പറയുന്നു. പിന്തുണ കൊടുക്കും, കോൺഗ്രസ് പിന്തുണയുമായി എത്തും എന്ന് കൂടിയുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഇത്രയധികം അടിസ്ഥാന വർഗ്ഗങ്ങളിൽ ഒന്നുകൂടിയായിട്ടുള്ള ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം പോലും പ്രതിസന്ധിയിലാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് ഏത് തരത്തിൽ ആശ കെടുത്താതെ പരിഹരിക്കും സർക്കാർ എന്നുകൂടിയാണ് ഉറ്റുനോക്കുന്നത്.